എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഗംഗാധരൻ രാജീവിനോടും ശിവനോടും പറയുന്നുണ്ട്, അലീനയ്ക്കും അറിയാം വൈജയന്തി അവളുടെ അമ്മയാണ് എന്ന്. എല്ലാം അറിഞ്ഞുകൊണ്ടാണ് തന്നെയാണ് അവൾ വീട്ടിലേക്ക് വന്നത്. പിന്നെ അച്ഛനും കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു. അതുകൊണ്ടാണ് കഴക്കൂട്ടത്ത് പോയി അലീനെ കണ്ട് അവളെ വീട്ടിലോട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, ഇപ്പം മനസ്സിലായോ ആരോടാണ് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത് എന്ന്? സ്വന്തം പെങ്ങളുടെ മകളോട്. അതുപോലെ ഈ സന്നാഹങ്ങളെല്ലാം ഒരുക്കി വൈജയന്തി യുദ്ധം ചെയ്തത് അവളുടെ സ്വന്തം മകളോടുമാണ്. എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയേക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനിയെങ്കിലും പറ, അലീനെ എന്ത് ചെയ്യുന്നു ചോദിക്കും. അതൊക്കെ ശിവന് ഭയങ്കര ടെൻഷനും വിഷമമൊക്കെ ആട്ടോ. അതുപോലെ രാജീവിനോടും പറയുന്നുണ്ട്, എടാ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ മൊത്തം നശിപ്പിക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് പറ, അലീനെ എന്തി എന്ന് ചോദിക്കുവാണ്. എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിപ്പോയി ഗംഗേട്ട എന്ന് പറഞ്ഞ് ശിവൻ ആകപ്പാട് സങ്കടം വന്ന് കരയുന്ന ഒരു അവസ്ഥ വരെ എത്തുക കേട്ടോ. പിന്നെ കാണിക്കുന്നത് പോലീസുകാർ അന്വേഷണത്തിനായിട്ട് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അന്നേരം അലീനയുടെ കൂടെ വൈജയന്തിയുടെ അടുത്ത് നിന്നിരുന്ന ആ നേഴ്സിനെയും അതുപോലെ സുലോചനയൊക്കെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുവാണ്. സുലോചനയോട് ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് ഇവിടുന്ന് പോയത്? വീട്ടിലോട്ട് തന്നെ പോകുമെന്നാണോ പറഞ്ഞത്? വേറെ എവിടെയെങ്കിലും പോകുമെന്ന് പറഞ്ഞായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം സുലോചന പറയുന്നുണ്ട്, വീട്ടിലോട്ട് തന്നെ പോകുള്ളൂ, അങ്ങനെ പോകുമെന്നാണ് പറഞ്ഞത്, വേറെ ഒരിടത്ത് അവൾ പോകുകയില്ല എന്ന് പറയുമ്പം അതെങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്നത് എന്നാണ് പോലീസുകാരെ സുലോചനയോട് ചോദിക്കുന്നത്. അതൊക്കെ അങ്ങോട്ട് ഗോവർദ്ധനും വരും. അന്നേരം താനെന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പം എൻ്റെ ഭാര്യയാണ് സുലോചന എന്ന് പറയും. അന്നേരം ഗോവർദ്ധനോടും പോലീസുകാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ, എപ്പോഴാണ് ഇവിടുന്ന് പോയത് എന്നൊക്കെ ചോദിക്കുന്നു. പിന്നെ ഓട്ടോക്കാർ സംശയമുണ്ടോ എന്ന് വരെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഗോവർദ്ധനം പറയുന്നുണ്ട്, ഇല്ല, ഓട്ടോ സ്റ്റാൻഡ് വരെ അലീന പോയിട്ടില്ല, ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ പോയി അന്വേഷിച്ചു, അവിടെ ചെന്നതായിട്ട് ആരും പറഞ്ഞിട്ടില്ല എന്ന് പറയും. അന്നേരം തനിക്ക് വേറെ ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കുമ്പം ഗോവർദ്ധൻ പറയുന്നുണ്ട്, ശിവേട്ടനെ എനിക്ക് സംശയമുണ്ട്, കാരണം ആ കറക്റ്റ് ടൈമിൽ എന്നെ ഹോട്ടലിലേക്ക് വിളിപ്പിച്ചു, ആ ഒരു വിളിയിൽ എനിക്ക് സംശയം തോന്നി എന്ന് പറയുമ്പം എന്തിനാണ് വിളിപ്പിച്ചതെന്ന് ചോദിക്കും. ഇങ്ങനെ പൈസ തരാനായിരുന്നു എന്ന് പറയും. പൈസ തന്നോ എന്ന് ചോദിക്കുമ്പം പൈസ തന്നു എന്ന് പറയുമ്പോൾ പോലീസുകാരൻ ചോദിക്കുവാണ്, പിന്നെ എന്തിനാണ് അയാളെ സംശയിക്കുന്നത്? അയാൾ പൈസ തരാൻ വേണ്ടിയല്ലേ വിളിക്കുന്നത്, പൈസ തരാൻ വേണ്ടിയല്ലേ വിളിച്ചത് എന്ന് ചോദിക്കും. അന്നേരം ഗോവർദ്ധൻ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ്, പക്ഷേ ആ കറക്റ്റ് ടൈമിൽ വിളിച്ചതാണ് എനിക്ക് സംശയം തോന്നാൻ കാരണം എന്ന് പറയുമ്പം അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ അതിനെ. അയാൾ വിളിപ്പിച്ചു, പൈസ തന്നു, തനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താൻ പോവാതിരിക്കുമല്ലായിരുന്നോ ചെയ്യേണ്ടത് എന്നാണ് പോലീസുകാരൻ ചോദിക്കുന്നത്. എല്ലാ ചോദ്യത്തിൽ നിന്ന് ഗോവർദ്ധന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഗോവർദ്ധൻ പറയുന്നുണ്ട്, ശരിയാ സാറേ, എനിക്ക് പൈസ തരാൻ വേണ്ടി തന്നെയാണ് ശിവേട്ടൻ വിളിച്ചത്, അത് എനിക്കിപ്പോൾ മനസ്സിലായി എന്ന് പറയുവാണ്. അന്നേരം പോലീസുകാരന് മനസ്സിലായി ഗോവർദ്ധൻ എന്തോ സംശയം ഉണ്ടെന്ന്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ വിളിപ്പിച്ചോളാം, ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലേന്ദ്രനും കൃഷ്ണമോളോട് വീട്ടിലോട്ട് വന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി മടുത്തു കേട്ടോ. അകത്ത് വന്ന സോഫയിൽ ഇങ്ങനെ ചാരി കിടക്കുവാണ് ബാലേന്ദ്രൻ. അന്നേരം കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അച്ഛ ഇനി അലീന ചേച്ചിയുടെ കാര്യത്തിൽ എന്താ ചെയ്യുന്നതെന്ന്. അറിയത്തില്ല എന്നിങ്ങനെ പറയുമ്പം കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, തട്ടിക്കൊണ്ട് പോയത് തന്നെ ആയിരിക്കുമോ, അലീന ചേച്ചി അവരെ ഉപദ്രവിക്കുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിക്കുമ്പം ഒന്നും അറിയത്തില്ല എന്ന് പറയും. അന്നേരം കൃഷ്ണമോള് പിന്നെയും ചോദിക്കുന്നുണ്ട്, ശരിക്കും രാജീവനങ്കളും ശിവനങ്ങളോട് ആയിരിക്കുമോ ചേച്ചി തട്ടിക്കൊണ്ട് പോയത് എന്ന് ചോദിക്കുമ്പം അവരെ ആകാൻ വഴിയുള്ളൂ, എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല എന്ന് ബാലേന്ദ്രൻ പറയുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ മനു വിളിക്കുക, അതൊക്കെ എന്തെങ്കിലും വിവരം കിട്ടിയിട്ടാണോ എന്നോർത്ത് ബാലേന്ദ്രൻ ചാടി എടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, എടാ മനു എന്തായി എന്ന്. അന്നേരം മനു ഇങ്ങോട്ട് തിരിച്ചു ചോദിക്കുവാണ്, അലീനെക്കുറിച്ച് എന്തെങ്കിലും ക്ലൂ കിട്ടിയോ അങ്കിളേന്ന്. അന്നേരം ഇല്ലടാ, ഒന്നും ആയില്ല, നിൻ്റെ അച്ഛനും കൊച്ചച്ഛനും അമ്മാവന്മാരും അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പം തട്ടിക്കൊണ്ട് പോയത് തന്നെയാണ് അങ്കിളെ, എന്ത് ധൈര്യത്തിലാണ് അവരിത് ചെയ്തത്, പിടിക്കപ്പെടുമെന്ന് അറിഞ്ഞിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഏതായാലും ബാലേന്ദ്രൻ അന്നേരം പറയുന്നുണ്ട്, നീ നോക്കിക്കോ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണവും ഈ നാട് വിട്ട് പുറത്ത് പോകത്തില്ല, എല്ലാത്തിനെയും ഞാൻ അകത്താക്കും, ഒരു SP-യും രാഷ്ട്രീയക്കാരനും കയ്യിലുണ്ട് എന്ന് കരുതി എന്ത് നെളുപ്പും ആകാം എന്ന് ആരും വിചാരിക്കേണ്ട എന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. ഏതായാലും ഞാൻ ഫോം വയ്ക്കുക എന്ന് പറഞ്ഞ് മനു ഫോം വയ്ക്കുന്നു. മനു ഫോം വെച്ച് കഴിയുമ്പോൾ ബാലേന്ദ്രൻ ആകെ ടെൻഷനും ഒക്കെ ആയിട്ട് ഇങ്ങനെ തളർന്നിങ്ങനെ കിടക്കുക. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, വാച്ച് പോയി കിടക്കുക എന്ന് പറയുമ്പോൾ മോള് പോയി കിടന്നു എന്ന് പറയും. ഇല്ല, അച്ഛൻ്റെ അടുത്തുനിന്ന് ഞാനിന്ന് മാറുന്നില്ല, അച്ഛൻ ആകെ ടയേർഡായിട്ടിരിക്കുക, നമുക്ക് ഒരുമിച്ച് ഇരിക്കാം, ഞാൻ അച്ഛൻ്റെ കൂടെ തന്നെ ഇരുന്നോളാം എന്നൊക്കെ കൃഷ്ണമോള് പറയുന്നുണ്ട്. ഏതായാലും മനു ഫോം വെച്ചതിന് ശേഷം പിന്നെയും കുറേ ആൾക്കാരുടെ അടുത്ത് പോയി അന്വേഷിക്കുന്നുണ്ട്. അന്ന് ശിവൻ്റെയും രാജീവിൻ്റെയും ഒക്കെ കൂടെ ചർച്ചയ്ക്കാണെന്ന് പറഞ്ഞ് കുറച്ച് പേര് ഇവരുടെ ബന്ധുക്കൾ വീട്ടിൽ വന്നായിരുന്നല്ലോ.
അപ്പോൾ അവരുടെയൊക്കെ വീട്ടിൽ പോയി അന്വേഷിക്കുന്നുണ്ട്. അലീന അങ്ങോട്ട് വന്നോ, അലീനയെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ എന്നൊക്കെ അവരോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവരാരും വന്നിട്ടില്ല, കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നു. അതുപോലെ രാവുണ്ണിയമ്മാവൻ്റെ മകനോടും ഒക്കെ പോയി ചോദിക്കുന്നുണ്ട്. അന്നേരം അങ്ങേര് പറയുന്നുണ്ട്, അന്ന് ഞങ്ങൾ വന്നത് ഒരു കുടുംബ പ്രശ്നം ആയതുകൊണ്ടാണ്, പക്ഷേ ഇതങ്ങനെയല്ലല്ലോ, കിഡ്നാപ്പല്ലേ, അതിനൊന്നും ഞങ്ങൾ കൂട്ടി നിൽക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ മനു അവിടുന്ന് തിരിച്ചു വരുമ്പം അങ്ങനെ ചോദിക്കുന്നുണ്ട്, ഒരുപാട് താമസിച്ചില്ല, ഇനി തിരിച്ചു പോകണോ, നാളെ പോയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട പോവുകയാണ് എന്ന് പറഞ്ഞ് മനു അവിടുന്ന് പോരുന്നു. പിന്നീട് കാണിക്കുന്നത് ബാലേന്ദ്രനോട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി രാജീവനും ശിവനും ഗംഗാധരൻ്റെ കൂടെ അങ്ങോട്ട് ബാലേന്ദ്രൻ്റെ വീട്ടിലോട്ട് വരുവാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതേ ഗംഗാധരൻ പറയുന്നുണ്ട്, നിങ്ങൾ സംസാരിക്കേണ്ട, ഞാൻ സംസാരിച്ചോളാം എന്ന്. എന്തൊക്കെ ആയിക്കോട്ടെ ഗംഗേട്ട എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിനെ പത്തിയൊക്കെ താന്നു ഒരു മയത്തിലായി കേട്ടോ. ഏതായാലും വന്ന് കോളിംഗ് ബെൽ അടിക്കുമ്പം വന്ന് വാതിൽ തുറക്കുന്നത് കൃഷ്ണമോളാണ്. ഇവരെ ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിൽക്കുവാണ് കൃഷ്ണമോൾ. അവരകത്തോട്ട് കയറാൻ തുടങ്ങുമ്പോഴേക്കും കൃഷ്ണമോൾ കൈവച്ച് തടയും. എന്നിട്ട് എങ്ങോട്ടാ ഈ രാത്രിയിൽ നിങ്ങൾ, അച്ഛനാണെങ്കിൽ ആകെ ടയേർഡായിട്ടിരിക്കുക, എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കും. അന്നേരം ബാലേന്ദ്രനെ കാണാനാണ്, സംസാരിക്കാനാണ് എന്ന് പറയുമ്പം എങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് സംസാരിച്ചാൽ മതി, അകത്തോട്ട് കയറണ്ട, അച്ഛനാകെ ടയേർഡായിട്ടിരിക്കുക എന്ന് പറയും. അന്നേരം മോളെ, ഞങ്ങൾക്ക് അലീനെക്കുറിച്ച് സംസാരിക്കാനാണ്, ഞങ്ങൾ അലീനെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നത് എന്ന് ഗംഗാധരൻ പറയുമ്പം കൃഷ്ണമോൾ പറയുന്നുണ്ട്, വേണ്ട, നിങ്ങൾ ഇവിടെ നിന്ന് സംസാരിച്ചാൽ മതി, അകത്തോട്ട് കയറണ്ട, നിങ്ങൾ ചീത്ത ആൾക്കാരാണ്, എന്തു വേണമെങ്കിലും ചെയ്യും, അങ്ങനെയുള്ളവർ ഇതിൻ്റെ അകത്തേക്ക് കയറണ്ട എന്ന് പറയുമ്പം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, മോൾക്ക് ഞങ്ങളെ എത്ര കാലമായിട്ടറിയാം, ഇതെന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ചീത്ത ആൾക്കാരാണ് എന്ന് പറയുന്നത് എന്ന് ചോദിക്കുവാണ്. അന്നേരം കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, എങ്കിൽ പറ, അലീന ചേച്ചി എന്തിയെ, അലീന ചേച്ചി എവിടെയുണ്ടെന്ന് പറ എന്ന് പറയുന്നു. കൃഷ്ണമോളുടെ ഈ രീതിയിലുള്ള സംസാരമൊക്കെ കേട്ട് ആകെ നാണം കെട്ട് പോകുന്നുണ്ട് ശിവനും രാജീവനും. ഏതായാലും കൃഷ്ണമോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കും ബാലേന്ദ്രൻ ചോദിക്കും, ആരാ മോളെ അവിടെയെന്ന്. അങ്ങനെ ബാലേന്ദ്രൻ താഴേക്ക് ഇറങ്ങി വരുവാണ്. അന്നേരം ഗംഗാധരനെ കാണുമ്പോൾ, ആ ഗംഗേട്ടനോ, ലോകപര്യടനമൊക്കെ കഴിഞ്ഞ് വന്നോ, കയറുക എന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിക്കുവാണ്. അന്നേരം പെട്ടെന്ന് കൃഷ്ണമോൾ ബാലേന്ദ്രൻ്റെ അടുത്തോട്ട് വന്നിട്ട്, എന്തിനാ വെച്ചാൽ ഇവരെല്ലാവരോടും ഈ രാത്രിയിൽ ഇങ്ങോട്ട് വന്നത്, ഇപ്പം ഒന്നും സംസാരിക്കാനില്ല എന്ന് പറയുക. ഇത് കേട്ടിട്ട് ബാലേന്ദ്രൻ ഗംഗാധരനോട് പറയുന്നുണ്ട്, കേട്ടല്ലോ, എൻ്റെ മോൾക്ക് കൊല്ലപ്പള്ളിക്കാരെ ഈ വീട്ടിൽ കയറ്റാൻ പേടിയാണ്, കാരണം അവരുടെ സ്വഭാവം ആ രീതിയിലാണ് എന്ന് പറയും. അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട്, ബാലേന്ദ്ര, ഞങ്ങൾ സംസാരിക്കാനാണ് വന്നത്, നീ പ്രശ്നമാക്കരുത് എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കും, എന്താണ് സംസാരിക്കാനുള്ളത്, എനിക്ക് ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ മതി, അലീന എന്തിയെന്ന്, അത് പറഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറയും. അന്നേരം ശിവൻ പറയുവാണ്, അലീന ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് എന്ന്. അന്നേരം ബാലേന്ദ്രന് നല്ല ദേഷ്യം വരുവേ. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, തന്നോട് ഞാൻ നേരത്തെ വന്ന് ഇത് ചോദിച്ചായിരുന്നു, അന്നേരം താൻ എന്താ പറഞ്ഞത്, അലീനെ താൻ മടിയിൽ വെച്ച് ഉടുത്തേക്കുമല്ല എന്നല്ലേ എന്നോട് സംസാരിച്ചത്, താൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കുകയില്ല, കോട്ടയത്തെ ഒരു SP-യും ഒരു രാഷ്ട്രീയക്കാരനും കയ്യിലുണ്ട് എന്ന് കരുതി അതിനു മുകളിൽ വേറെ ആരും ഇല്ല എന്ന് താൻ ധരിക്കണ്ട. അലീനയ്ക്ക് ഒരു പോറലെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയൊക്കെ ഞാൻ ഒരിടത്തേക്കും വിടാൻ പോകുന്നില്ല. ഇവിടെ മജിസ്ട്രേറ്റ് കോടതി തൊട്ട് സുപ്രീം കോടതി വരെ ഞാൻ കേസ് പറയും. തന്നെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുമ്പോഴേക്കും ഗംഗാധരൻ പറയുന്നുണ്ട്, ബാലേന്ദ്ര, അവർക്ക് ഒരു തെറ്റുപറ്റി, അവരുടെ അഹങ്കാരം കൊണ്ടും അറിവില്ലായ്മ കൊണ്ടുമാണ് ഇതെല്ലാം സംഭവിച്ചത്. അവരെ ക്ഷമ പറയാൻ വേണ്ടിയാണ് വന്നത് എന്നൊക്കെ പറയുമ്പം ബാലേന്ദ്രൻ ഇങ്ങനെ സംശയിച്ചിങ്ങനെ നോക്കുക കേട്ടോ. എന്നിട്ട് ഗംഗാധരനോടായിട്ട് ചോദിക്കും, അലീന ആരാണ് എന്നുള്ള സത്യം ഇവരോട് ഗംഗേട്ടൻ പറഞ്ഞു എന്ന്. അന്നേരം പറഞ്ഞു എന്ന് പറയുവാണ്. അന്നേരം ബാലേന്ദ്രൻ അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ശിവനോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞു, എല്ലാം പൂർത്തിയായി, ഇപ്പം തനിക്ക് മനസ്സിലായോടോ ഞാൻ ഇത്രയും കാലം ആരെയാണ് സംരക്ഷിച്ചുകൊണ്ടിരുന്നതെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുവാണ്. അന്നേരം മനസ്സിലായി, ഞങ്ങൾക്കെല്ലാം മനസ്സിലായി ബാലേന്ദ്ര എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തല കുമ്പിട്ട് നിൽക്കുക കേട്ടോ ശിവനൊക്കെ. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, താനൊക്കെ എന്നതൊക്കെയാണ് എന്നിട്ട് എന്നെ പറഞ്ഞത് എന്ന് ഓർക്കുന്നുണ്ടോ, ഞാൻ ശൃംഗാരവേലനാണ്, എൻ്റെ വെപ്പാട്ടിയാണ് എന്നൊക്കെയാണ് താൻ സംസാരിച്ചത് അന്ന് എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഗംഗാധരൻ പറയുന്നുണ്ട്, അതൊക്കെ കഴിഞ്ഞു പോയി, അവരുടെ വിവരക്കേട് കൊണ്ട് സംഭവിച്ചു പോയതാണ്, ബാലേന്ദ്രൻ ക്ഷമിക്കുക എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ക്ഷമിക്കാനോ, ഇയാളൊക്കെ പറഞ്ഞു കൂട്ടിയത് എന്താണെന്ന് ഗംഗേട്ടൻ അറിയാൻ മേലാഞ്ഞിട്ടാണ്. പിന്നെ ഇവരുടെ പെങ്ങളെ വിവാഹത്തിന് മുമ്പ് ഒരുത്തൻ്റെ കൂടെ പോയി കിടന്ന് എന്ന് പറഞ്ഞിങ്ങനെ ഭയങ്കര പച്ചക്കിങ് പറയാൻ തുടങ്ങുമ്പോഴാണ് കൃഷ്ണമോൾ കൂടെ നിൽക്കുന്ന കാര്യം ഓർക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, അങ്ങനെ ഉണ്ടാക്കിയ മോളാണ് അലീന, എന്നിട്ട് അതിനെ കൊണ്ട് അനാഥാലയത്തിൽ തള്ളി 23 വർഷമാണ് അവൾ അനാഥയായിട്ട് ജീവിച്ചത്, അതിനൊക്കെ പ്രായശ്ചിത്തം ആര് ചെയ്യും എന്നൊക്കെ ചോദിക്കുവാണ്. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇതെനിക്ക് പച്ചയ്ക്ക് ചോദിക്കാനറിയാം, പക്ഷേ എൻ്റെ മകൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ക്ഷമിക്കുന്നത് എന്ന് പറയും. അന്നേരം അവരെല്ലാവരും ക്ഷമ പറയുന്നു, ഞങ്ങൾ ഇനിയൊന്നും ചെയ്യില്ല, ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഗംഗാധരനും പറയും, അവർക്ക് തെറ്റുപറ്റിപ്പോയി, നീ ക്ഷമിക്കുക, ഞങ്ങളുടെ പേരിൽ നീ
കൊടുത്തേക്കുന്ന കേസ് ഒന്ന് പിൻവലിക്കുക പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ആദ്യം അലീന ഇവിടെ എത്തട്ടെ, അതിനുശേഷം പോലീസ് സ്റ്റേഷനിലെ കേസ് ഞാൻ പിൻവലിക്കാം, പിന്നെ എനിക്ക് വേറെ കുറേ കണ്ടീഷൻ കൂടി ഉണ്ട് എന്ന് പറയും. എന്താണ് എന്ന് ചോദിക്കുവാണ്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും അലീന ഈ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടി നിങ്ങൾ എത്ര രൂപയാണ് അവൾക്ക് ഓഫർ ചെയ്തതെന്ന് ചോദിക്കും. അന്നേരം 25 ലക്ഷം രൂപയാണ് എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ 3 പേരും കൂടി ഒരു 30 ലക്ഷം രൂപ അവളുടെ പേരിൽ അക്കൗണ്ടിലിടണം. അതുകൂടാതെ വൈജിയുടെ കയ്യിൽ നിന്ന് ഒരു 10 ലക്ഷം രൂപയും കൂടെ മേടിച്ച് ആ അക്കൗണ്ടിൽ ഇട്ടേക്കണം എന്ന് പറയും. അന്നേരം ഗംഗാധരൻ പറയും അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തോളാം, ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുവാണ്. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് പിന്നെ നിങ്ങളെല്ലാവരും കൂടി അലീനെ ഇവിടെ തിരിച്ചെത്തിക്കണം. അവളെ എങ്ങനെയാണോ ഇവിടുന്ന് പോയത് അതുപോലെ തന്നെയായിരിക്കണം തിരിച്ചെത്തുന്നത്. ഒരു പോറലെങ്കിലും അവൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കാര്യങ്ങൾ ഈ രീതിയിലായിരിക്കുകയല്ല സംസാരിക്കുന്നത് എന്ന് പറയും. അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ട് അവർ. എന്നിട്ട് ശിവൻ പറയുവാണേ ബാലേന്ദ്രൻ പറയുന്ന എന്ത് കാര്യവും ഞങ്ങൾ അംഗീകരിക്കാം, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, പക്ഷെ ഒരു കാര്യം ബാലേന്ദ്രനും അംഗീകരിക്കണം എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് താൻ പറയാതെ തന്നെ എനിക്കറിയാം ഈ കാര്യങ്ങളൊന്നും വൈജയന്തി അറിയരുത് എന്ന്, അതല്ലേ താൻ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കും. അന്നേരം അതേ എന്ന് പറയും. അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഒന്നെങ്കിൽ ഡിവോഴ്സിന് പോകും അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യും എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അത് അവളെ അറിയിക്കാനായിരുന്നെങ്കിൽ എനിക്കത് നേരത്തെ ചെയ്യാമായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഗംഗാധരൻ അതിൻ്റെ കൂടെ പറയുവാണ് ആ കാര്യങ്ങളെല്ലാം അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെയും കുറേ പ്രശ്നങ്ങളുണ്ട്, അവൾ ഞങ്ങളെ വെറുക്കും, പിന്നെ ഞങ്ങളെ അവളൊരു ശത്രുവായിട്ടേ കാണുകയുള്ളൂ എന്നിങ്ങനെ പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് എനിക്കറിയാം നിങ്ങൾ അവളോട് പറഞ്ഞിരിക്കുന്ന കള്ളത്തരങ്ങളൊക്കെ എനിക്കറിയാം, ആ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ മരിച്ചുപോയി എന്നല്ലേ നിങ്ങൾ പറഞ്ഞേക്കുന്നത്, അത് പുറത്താകും, പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊലക്കുറ്റത്തിന് ഉത്തരം പറയേണ്ടി വരും, അതല്ലേ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. അതെന്താണ് എന്ന് മനസ്സിലായില്ല. ഏതായാലും ഗംഗാധരൻ പറയുന്നുണ്ട് അതുവരെയൊന്നും നമുക്ക് പോകണ്ട, ഏതായാലും ഈ പ്രശ്നങ്ങൾ ഇവിടെ തന്നെ സോൾവ് ചെയ്യാമെന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതിന് ഞാൻ തയ്യാറാണ്, പിന്നെ ഈ കാര്യങ്ങളെല്ലാം വൈജയന്തി അറിഞ്ഞു കഴിഞ്ഞാൽ വൈജയന്തിയുടെ ഭർത്താവായിട്ടിരിക്കാൻ ഞാനും ഉണ്ടാകുകയില്ല എന്നും ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുന്ന ഗംഗാധരൻ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞത് ഇതൊന്നും വൈജയന്തി അറിയരുത്, അതുകൊണ്ട് ആലീനെ ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ മാറ്റണം, അവൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം, അവളെ ഞങ്ങളുടെ സ്വന്തം പെങ്ങളുടെ മോളായി തന്നെ കണ്ട് അവൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, കോടികൾ അവൾക്ക് വേണ്ടി ഞങ്ങൾ മുടക്കിക്കോളാം, ബാലേന്ദ്രൻ ഇതൊന്ന് അംഗീകരിക്കണം എന്നൊക്കെ പറയുന്നതെയും അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന ബാലേന്ദ്രനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അങ്ങനെ അലീനെ അവിടുന്ന് മാറ്റേണ്ട കാര്യമൊന്നുമില്ല, വൈജയന്തിയുടെ ഭാഗം മാത്രം അങ്ങ് രക്ഷപ്പെട്ടാൽ പോരല്ലോ. ഏതായാലും ബാലേന്ദ്രൻ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നുണ്ട്, അത് പറ്റില്ല എന്ന് തന്നെ ബാലേന്ദ്രൻ പറയുമായിരിക്കും. പിന്നെ കാണിക്കുന്നത് പ്രൊമോയാണ്. പ്രൊമോയിൽ നേഴ്സ് വൈജയന്തിയോട് പറയുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ മൂത്ത മോളാണ് എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ആ പെൺകുട്ടിയില്ലേ ആ പെൺകുട്ടിയെ ഇപ്പം കാണാനില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മിക്കവാറും അത് കേൾക്കുമ്പം വൈജയന്തിയുടെ പകുതി അസുഖങ്ങൾ മാറും, അലീനെ പിന്നെയും കാണാതായി എന്തെങ്കിലും അവൾക്ക് സംഭവിച്ചു എന്നറിയുന്ന നിമിഷം. പിന്നെ കാണിക്കുന്നത് എല്ലാവരും ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു, പോലീസുകാരും വന്നിട്ടുണ്ട്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് അലീനെ എങ്ങനെയാണോ ഇവിടുന്ന് കൊണ്ടുപോയത് അതുപോലെ തന്നെ തിരിച്ചു കിട്ടണം, അതാണ് എൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി അലീനെ പൂട്ടിയിട്ടേക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് അലീന എന്ന് ബാലേന്ദ്രൻ വിളിക്കുന്നതേക്കും ആ ശബ്ദം കേൾക്കുന്നതേക്കും ചാടി എഴുന്നേറ്റ് വന്ന് ജനലിക്കൂടെ നോക്കുവാണ്. ബാലേന്ദ്രനെ കാണുമ്പം ജനലിക്കൂടെ ബാലേന്ദ്രനെ മുഖത്ത് പിടിച്ച് അച്ഛ എന്ന് വിളിച്ച് കരയുന്ന അലീനെ കാണിക്കുന്നുണ്ട്. പിന്നീട് അലീനെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് വരുന്ന ബാലേന്ദ്രനെയാണ് കാണിക്കുന്നത്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്.